പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന ഈ ഷോർട്ട് മെസ്സേജ് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും വിടിവിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത കുലുങ്ങിപ്പോകാൻ അനുവദിക്കാത്ത കർത്താവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ പല വിഷയങ്ങൾ കൊണ്ടുവന്ന് നമ്മൾ ഒതുക്കിക്കളയാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, നീ കുലുങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കുന്ന കർത്താവല്ല. പരാജയപ്പെട്ടു പോകും, വീണുപോകും എന്ന് ചിന്തിക്കുമ്പോൾ, തകർച്ചയെ ജീവിതത്തിലുള്ള എന്ന് ചിന്തിക്കുമ്പോൾ, എൻ്റെ അപ്പൻ ഇന്ന് രാത്രികാലം മുഖത്ത് നോക്കി പറയുകയാണ്, നീ കുലുങ്ങിപ്പോകുവാനോ ക്ഷീണതയായി പോകുവാനോ തളർന്നു പോകുവാനോ അനുവദിക്കുന്ന ദൈവമല്ല. ആ ദൈവം നിന്നെ ബലപ്പെടുത്തുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർക്ക് ഒന്നാമേൻ പറയാൻ കഴിയുമോ? വീണുപോകുമെന്ന് നീ ചിന്തിച്ച മേഖലകളിൽ, തളർന്നു പോകുമെന്ന് ചിന്തിച്ച മേഖലകളിൽ ഒടയതമ്പുരാൻ വീഴാതെ വണ്ണം നിന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ ദിനങ്ങളിൽ കുലുക്കം സംഭവിച്ച് പല മേഖലകളിൽ പലതും നഷ്ടപ്പെട്ടപ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടുവാൻ അനുവദിക്കാതെ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്ന് നീക്കുപോക്കുകളെ നൽകിത്തന്ന് നിലനിർത്തിയിരിക്കുന്ന കർത്താവിൽ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, കുലുങ്ങിപ്പോകുവാൻ അനുവദിക്കാതെ, വീണുപോകുവാൻ അനുവദിക്കാതെ, താളടിയായി പോകുവാൻ അനുവദിക്കാതെ സർവശക്തനായ ദൈവം ആ ബലമുള്ള കരങ്ങളിൽ നമ്മെ വഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് രാത്രികാലം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? നിന്റെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? ആരെല്ലാം എനിക്കെതിരെ എഴുന്നേറ്റാലും, എങ്ങനെയെല്ലാം എനിക്കെതിരെ എഴുന്നേറ്റാലും, ആമീൻ, ഞാൻ കുലുങ്ങിപ്പോകാൻ ആമീൻ എൻ്റെ ഒടയ തമ്പുരാൻ അനുവദിക്കത്തില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഒന്ന് പറയാൻ കഴിയുമോ? അവിടെ ദൈവാത്മാവ് നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് വിടുതലുകളെ നൽകി തരുവാനിടയായിത്തീരും. അതിനാധാരമായിട്ടൊരു വാക്യം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവിടെ ദാവീദ് പറയുന്നൊരു കാര്യമാണ്, കർത്താവിനെ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടു. അല്ലെങ്കിൽ പറയുന്നത്, കർത്താവിനെ എപ്പോഴും ഞാൻ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുലുക്കിക്കളയാൻ വരുന്ന പ്രതികൂലത്തെ അല്ല മുമ്പിൽ വയ്ക്കുന്നത്, താളടിയാക്കി കളയാൻ വരുന്ന പ്രതിസന്ധികളെ അല്ല മുമ്പിൽ വയ്ക്കുന്നത്, ആമെ ചില വിഷയങ്ങളെ അല്ല മുമ്പിൽ വയ്ക്കുന്നത്. ആമെ ദാവീദ് പറയുകയാണ്, അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ സർവശക്തനായ ദൈവത്തെ വച്ചിരിക്കുവാനിടയായിത്തീരുന്നു. അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കുലുക്കാൻ പലരും നോക്കും, വീഴ്ത്താൻ പലരും നോക്കും, അപായപ്പെടുത്താൻ പലരും നോക്കും. എന്നാൽ ദാവീദ് വിളിച്ചു പറയുക, ആമേൻ, ഞാൻ കുലുങ്ങിപ്പോകാൻ എൻ്റെ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. അവൻ എൻ്റെ വലതുഭാഗത്ത് ഉള്ളതിനാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. എപ്പോഴും ഞാൻ എൻ്റെ മുമ്പിൽ കർത്താവിനെ ധ്യാനിക്കുന്നത് കൊണ്ട്, കർത്താവിനെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകാൻ അനുവദിക്കാതെ സർവശക്തനായ ദൈവം എന്നെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനുഷ്യൻ കുലുക്കാൻ നോക്കുമ്പോൾ, ശത്രു കുലുക്കാൻ നോക്കുമ്പോൾ, അപായപ്പെടുത്തി വീഴ്ത്താൻ നോക്കുമ്പോൾ, ഒതുക്കിക്കളയാൻ നോക്കുമ്പോൾ, സർവശക്തനായ ദൈവം എന്നെ കുലുങ്ങാൻ അനുവദിക്കാതെ ദൈവാത്മാവ് എന്നെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് ദാവീദ് അപ്പോസ്തല പ്രവൃത്തിയിൽ കൂടി വിളിച്ചു പറയുകയാണ്. 29-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വചനം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ചാണ് പത്രോസ് പറയുവാനിടയായിത്തീരുന്നത്.
പുനരുത്ഥാനത്തിങ്കിൽ കുലുങ്ങിപ്പോകുവാൻ ഇടവരാതെ, താളടിയായി പോകുവാൻ ഇടവരാതെ, ജീവിത മേഖലകളുടെ എല്ലാ വഴികളിലും ദൈവാത്മാവ് പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോസ്തല പ്രവൃത്തിയിൽ 13-ാം അധ്യായം 35-37 വാക്യം പൗലോസും സങ്കീർത്തനം 16 ആമേൻ ഇതേ വാക്യങ്ങളിൽ തന്നെ ഉദ്ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ കുലുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, യേശു പിതാവിന്റെ വലതുഭാഗത്ത് മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ സർവശക്തനായ ദൈവം കുലുങ്ങിപ്പോകുവാൻ, വിഷയങ്ങളിൽ ശത്രു പരാജയപ്പെടുത്താൻ നോക്കുമ്പോൾ ആമേ സർവശക്തനായ ദൈവം ഒതുക്കിക്കളയാൻ നോക്കുന്നവനെല്ലാം കുലുക്കാൻ നോക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് നിന്നെ ആമേ ഉറപ്പിച്ചു നിർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ, കുലുങ്ങിപ്പോകാൻ അനുവദിക്കാതെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ, വിഷയങ്ങളുടെ നടുവിൽ തകർന്നു പോകുവാൻ അനുവദിക്കാതെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രിക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ദാവീദ് പറയുന്നത് പോലെ, ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ വിഷയങ്ങളല്ല വയ്ക്കുന്നത്, സാഹചര്യങ്ങളല്ല വയ്ക്കുന്നത്, ആമേ എൻ്റെ മറ്റ് അനുബന്ധ ആമേൻ സാഹചര്യങ്ങളൊന്നുമല്ല ഞാൻ മുമ്പിൽ വയ്ക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ പിതാവിനെ എൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകാൻ, ചില സാഹചര്യങ്ങൾ ശത്രു കുലുക്കാൻ നോക്കുമ്പോൾ, അപായപ്പെടുത്താൻ നോക്കുമ്പോൾ, ഒതുക്കിക്കളയാൻ നോക്കുമ്പോൾ ദൈവം എന്നെ കുലുക്കിക്കളയുവാൻ അനുവദിക്കാതെ ആ ബലമുള്ള കരങ്ങളിൽ എന്നെ വഹിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്താ കാരണം? എന്റെ മുമ്പിൽ വിഷയങ്ങളെല്ലാം വലുതായിരിക്കുന്നത് സർവശക്തനായ ദൈവം എന്റെ മുമ്പിൽ അവൻ വലിയവനായി ഉണ്ടായതുകൊണ്ട് ഓരോ വിഷയത്തിലും എന്നെ കുലുക്കിക്കളയാൻ, ശത്രു അപായപ്പെടുത്തി കളയുവാൻ അനുവദിക്കാതെ ദൈവാത്മാവിനെ പരിപാലിക്കുമെന്നുള്ള വിശ്വാസം താൻ അവിടെ വെളിപ്പെടുത്തുവാനിടയായി തീരുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ആ വിശ്വാസത്തോടു കൂടി സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം അവിടുന്ന് വിടുവിക്കുവാൻ ഇടയായി തീരട്ടെ. സ്തോത്രം.